ഡിപ്രഷനിലാണോ അല്ലെങ്കിൽ ആമി അത്ര ഹാപ്പി അല്ല? അത് കുറെ പേര് എൻ്റെ ചോദിച്ചാലും ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, ഞാൻ ഓക്കെ ആവും. അതിപ്പം എനിക്ക് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയപ്പോൾ ഒരു സങ്കടം മാത്രം. ഓപ്പോസിറ്റ് ഉണ്ടായ ആൾക്കൊരു ഫീലിങ്സോ അല്ലെങ്കിൽ സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഞാൻ പോയി എന്ന് വെച്ചിട്ട് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. പോട്ടെ സാരില്ല അങ്ങനെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ പറയേണ്ട ഒരാൾ ലൈഫിൽ ഇല്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ ആവശ്യം കഴിഞ്ഞപ്പോൾ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ആരായിരുന്നു ആ തീരുമാനം എടുത്തത്? അതായത് 18 വയസ്സിൽ തന്നെ അത് ഏരിയ ആയതുകൊണ്ടാണ് ഉള്ളിലോട്ടുള്ള. ഇപ്പൊ എന്റെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ, എന്റെ ക്ലാസ് പഠിച്ചവർക്കൊക്കെ കുട്ടിയൊക്കെ ആയി. 2-3 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞു? 16 വയസ്സിലെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്റെ. ഞാനൊക്കെ ഇപ്പോൾ 18 വയസ്സിൽ മാരേജ് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഡൈവോഴ്സ് ആയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലി നോക്കി, ഞാൻ എൻ്റെ ഫാമിലി ഇപ്പോഴും നോക്കുന്നുണ്ട്, അപ്പോഴും എൻ്റെ കാര്യം നോക്കുന്നുണ്ട്. മുന്നേ അച്ഛനെ പറ്റിയിട്ടാണെങ്കിൽ മുന്നേ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അച്ഛൻ്റെ നിന്നുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഫാമിലിയിൽ ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചപ്പോൾ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ടുണ്ടായ ഇഷ്യൂസ് അല്ലെങ്കിൽ അമ്മേൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ഓപ്പണായി പറയുക ചെയ്തത്. മരിച്ചത് എൻ്റെ അച്ഛനല്ലേ, അതെനിക്ക് കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടാലും എല്ലാം ഫീലിങ്സ് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും അച്ഛനാവാണ്ടിരിക്കില്ലല്ലോ. ബോഡി ഷെയിം കുറെ അനുഭവിച്ച ആളാണ്. അതെ. ഇപ്പൊ ചെസ്റ്റിന്റെ സൈസ് പറഞ്ഞിട്ട് കളിക്കുന്ന സമയത്തായാലും കുറെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ അയ്യോ ഇനി അങ്ങനെ വിചാരിക്കുക പറഞ്ഞാൽ നമ്മളത് ഫുള്ള് അടച്ചിട്ടൊക്കെ. ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തത് വേണ്ടായിരുന്നു, അത് റിഗ്രറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടോ? ആക്ച്വലി അങ്ങനെ എടുത്ത് ചാടി റിലേഷൻഷിപ്പിലേക്ക് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഡൈവേഴ്സ് ആയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടനെ പരിചയപ്പെടുന്നതും ഞങ്ങൾ കമ്മിറ്റഡ് ആവുന്നതും. പക്ഷെ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും പോയിട്ടൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ചേട്ടനെ എപ്പോഴും. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, നമ്മൾ ടിക്ടോക്ക് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടിക്ടോക്ക് സ്റ്റാർസ് എന്ന് മനസ്സിൽ വരുമ്പം നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആളുണ്ട്. ആ ആളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ആമി അശോക്. ടിക്ടോക്കിൽ മാത്രം ഞാൻ ഒതുക്കുന്നില്ല. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ടിക്ടോക്കിൽ തുടങ്ങി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഷോർട്സും ഒക്കെ കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ടിക്ടോക്കിലാണല്ലോ ഫസ്റ്റ് ഫേമസ് ആയതും അങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയത്. എന്തായാലും കുറേ ഇൻ്റർവ്യൂസിൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തതും മറ്റേ മുടിയാട്ടി വിട ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് ടിക്ടോക്കിൽ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങാം. ഡബ് സ്മാഷിൽ നിന്ന് മ്യൂസിക്കിലേക്ക് പോയി, മ്യൂസിക്കിൽ നിന്ന് ടിക്ടോക്കിലേക്ക് പോയി, ടിക്ടോക്ക് ബാനായപ്പോൾ നേരെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഷോർട്സിലേക്ക് പോയി. ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാമായിട്ട് ഇങ്ങനെ നിൽക്കാം. നല്ല ഷോർട്ടായി പോയോ? ഇത്ര ഷോർട്ട് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഏത് വയസ്സിലാണ്, എത്രാമത്തെ വയസ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തു? 19ാമത്തെ. 19ാമത്തെ വയസ്സ്. 25 വയസ്സായി. കുറെ വർഷം ആണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താ ആക്ച്വലി പഠിപ്പൊക്കെ കഴിഞ്ഞു? ഞാൻ PG ലോജിസ്റ്റിക്സിൽ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഞാൻ ജോലി എന്നുള്ളൊരു സംഭവം ഞാൻ ഇപ്പം നോക്കുന്നില്ല. കാരണം എനിക്കങ്ങനെ ജോലി അങ്ങനെയല്ല, പണിയെടുക്കാൻ താല്പര്യമില്ല എന്നല്ല, എനിക്ക് ഫിലിം ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കൊരു പാഷനായിട്ട് ഞാൻ ആക്ടിങ് കൊണ്ടുപോകണേ. അപ്പം പണ്ട് മുതലേ ഉണ്ടായിരുന്നോ അതോ ഇപ്പം? ചെറുത് മുതലേ എനിക്ക് ഇഷ്ടമാണ് സിനിമ എന്ന് പറഞ്ഞ ആൾക്ക്. ഇപ്പം അടുത്ത് എന്തോ വർക്ക് ചെയ്തു തോന്നുന്നല്ലേ? ഞാൻ ഷോർട്ട് മൂവീസിലായാലും അല്ലെങ്കിൽ വെബ് സീരീസ് ഒക്കെ ഞാൻ കുറെ ചെയ്തു. മൂവി ഇതുവരെ വന്നിട്ടില്ല, വരട്ടെ. വെറൈറ്റി മീഡിയന്റെ ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ താല്പര്യം. അതെ, അങ്ങനെ ചെയ്യായിരുന്നു. ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഫീൽഡായിട്ടൊന്ന് നോക്കിയത്. പിന്നെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും തന്നെ അത്യാവശ്യം എനിക്ക് വരുമാനം ഉണ്ട്. എനിക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. രണ്ടും കൊണ്ട് എന്തായാലും മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എനിക്ക് പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം. പിന്നെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് എന്നെ പണിക്ക് വേണമല്ലോ, അതുകൊണ്ട് മാത്രം. അതായത് ഇപ്പം ഈ ഫീൽഡ് അല്ലെങ്കിൽ പണിക്കൂ എന്ത് ആവാനായിരുന്നു? അല്ല, എനിക്ക് പണ്ട് വെച്ചാൽ എനിക്ക് ആർമി പോലീസ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മേജർ റിവ്യൂവിന്റെ റിക്രൂട്ട്മെന്റിലൊക്കെ പാസ്സായിട്ട ആളായിരുന്നു +2 കഴിഞ്ഞപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ വിട്ടില്ല. എന്താണ് അല്ല നമ്മൾ ആർമിയിൽ പോയി കഴിഞ്ഞാൽ കല്യാണം പ്രശ്നമാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പണ്ടത്തെ തോട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്നെ വിട്ടില്ല. പിന്നെ നേരെ ഡിഗ്രിക്ക് വിട്ടു. ഡിഗ്രിക്ക് പിന്നെ കുറേ സപ്ലി ഒക്കെ ആയിട്ട് പിന്നെ അത് ഞാൻ പാസ്സായി. എങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് ഞാൻ PG ചെയ്തു. അങ്ങനെ
മാത്രല്ല ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മള് നല്ല വിശേഷമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കരയാനൊന്നുമില്ല. നമ്മൾ എത്ര പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം റീസെന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം അതായത് ആമി ഇപ്പൊ എന്താ സ്റ്റോറി ഇട്ടല്ലോ, അല്ല ഇന്നലെ മറ്റേ ആസ്ക് മീ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വന്നു. ഇന്നലെ മുതൽ എന്റെ എന്റേതാണെന്ന് പറഞ്ഞപ്പോ ഞാന് പ്രൊഫൈൽ എടുത്ത് നമ്മൾ നോക്കണല്ലോ എന്താണുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റോറീസ് ഇങ്ങനെ നോക്കുമ്പോൾ കുറെ പേര് ഇങ്ങനെ ഓരോ എന്താ ലൈഫിൽ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ എല്ലാവർക്കും. അപ്പം അത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു വന്നത് അതായത് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലും ഇതൊക്കെ കാണുമ്പം ഡിപ്രഷനിലാണോ അല്ലെങ്കിൽ ആമി അത്ര ഹാപ്പി അല്ല, അങ്ങനെ ഒരു ചിന്താഗതിയാണ് മൊത്തത്തിൽ നമ്മളെ സൊസൈറ്റിക്ക് ഉള്ളത്. അപ്പം ശരിക്കും അങ്ങനെയാണോ? ഡിപ്രഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന അല്ല, ഞാൻ മെന്റലി ഓക്കെ ആയിരുന്നില്ല. ഒരു 2 വർഷത്തോളം ആവാറായെന്ന് തോന്നുന്നു. ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പിന്നെ വീഡിയോസിലേക്ക് അത് ഞാൻ ഒരിക്കലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഞാനിപ്പം ഇമോഷണൽ വീഡിയോസ് ആണ് എൻ്റെ കൂടുതൽ റീച്ച് കയറാറ്. കാരണം അതെനിക്ക് ചെയ്യുമ്പോൾ എനിക്കായാലും എനിക്ക് ഉൾക്കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഫീൽ. ഇപ്പം ചിലർ കോമഡി ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഉള്ളിൽ നിന്ന് തട്ടി ചെയ്യാൻ പറ്റില്ല. അതുപോലെ എനിക്ക് ഇമോഷൻസ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഡിപ്രഷൻ ടൈപ്പ് ചെയ്താലും അത് ഒരിക്കലും എൻ്റെ റിയൽ ലൈഫ് ആയിട്ടില്ല. പിന്നെ ഞാൻ ഓക്കെ ആയിരുന്നില്ല. അത് കുറേ പേര് എൻ്റെ ചോദിച്ചാലും ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, ഞാൻ ഓക്കെ ആവും. അതിപ്പം എനിക്ക് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയപ്പോൾ ഒരു സങ്കടം മാത്രം, അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ ഞാൻ ഓക്കെയാണ്. അല്ല എന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ ആൾക്കൊരു ഫീലിങ്സോ അല്ലെങ്കിൽ സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഞാൻ പോയി എന്ന് വെച്ചിട്ട് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ പിന്നല്ല, ഞാൻ ഇപ്പോഴും കുഞ്ഞാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അവർക്കില്ലാത്ത ഫീലിങ്സ് എന്താ എനിക്ക് എന്നുള്ള ഒരു തോട്ട് വന്നപ്പോ ഞാൻ ഓക്കെ ആയി. അപ്പം എന്താ പറയാ, ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ ഓരോ ലെസൺസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്തായിരിക്കും? അതായത് നമ്പാൻ പാടില്ല ആരെങ്കിലും നമ്പിനാ ഇതാവും. അല്ല, എനിക്ക് വിശ്വാസം എന്നുള്ള സംഭവം ഇപ്പം ആരെടുത്തും ഇല്ല. ഈവൻ ഫാമിലി ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും കൂടെയുള്ള ആരായാലും എനിക്ക് ഇപ്പം വിശ്വാസം എന്നുള്ള സംഭവം ഇല്ല. വേറൊന്നും കൊണ്ടല്ല, ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും അവരെ ഒരു സ്വന്തം കാര്യം നോക്കി പോകുന്ന പോലെ ഒരു ഫീൽ. അത്ര വരെ ഞാൻ ചെയ്ത ഒരു കാര്യത്തിനൊരു വാല്യൂ ഇല്ലാത്ത പോലെ, ഞാൻ അവരെ സങ്കടത്തിൽ കൂടെ നിന്നതോ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതോ, അവർക്ക് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഞാൻ കൂടെ നിന്നതോ ഒന്നും അവർക്ക് കുഴപ്പമില്ല. എന്നെ ഒരു കുഴിയിൽ താഴ്ത്തിയിടുക, അവർ പെർഫെക്റ്റ്. ഓക്കെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുള്ള രീതിയിൽ പോകുന്ന സംഭവം കുറേ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരുമാതിരി പൊട്ടത്തിയായ പോലെ എനിക്ക് കുറേ വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ ഒരു വിശ്വാസം എന്നുള്ളൊരു സംഭവം എനിക്കിപ്പോൾ ആരെങ്കിലും തോന്നിയിട്ടില്ല. പിന്നെ അറ്റാച്ച്മെന്റ് ഞാൻ നല്ലപോലെ കുറച്ചു. ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഞാൻ ഭയങ്കര ബോധമായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കെയറിങ് എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ ഞാൻ പോയി ആ ഫുഡ് കഴിക്കാൻ അങ്ങനെ വിശന്നിരിക്കണ്ട, അത് തിരിച്ചുണ്ടാവില്ല. തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു വാല്യൂ എന്നുള്ളൊരു സംഭവം. എനിക്ക് ജസ്റ്റ് കെയറിങ് എന്ന് പറഞ്ഞാൽ മറ്റേ ഏട്ടായി കെയറിങ് അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. എനിക്ക് ഭയങ്കര, ഞാനിപ്പോൾ എനിക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് കൂടെ ഒരാൾ നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോട്ടെ സാരില്ല അങ്ങനെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ പറയേണ്ട ഒരാൾ ലൈഫിൽ ഇല്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ ആവശ്യം കഴിഞ്ഞപ്പോൾ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഒരാളോട് എനിക്ക് തോന്നുന്നു ആമി ഇപ്പൊ കുറച്ച് ഫെയിം ഉള്ളപ്പം അതിന് വേണ്ടി, അതായത് ഫെയിം ഉള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഞാൻ നല്ല ഇൻഫ്ലുവൻസർ ആണ്, ഓക്കെ, അവളുടെ കൂടെ അവളുടെ കൂടെ കുറച്ച് ഫോളോവേഴ്സ് കയറും, അങ്ങനെ എന്നെ യൂസ് ആക്കിയ ആൾക്കാരും കുറേ ഉണ്ട്. ഞാൻ വഴി കുറേ ഫേമസ് ആയ ആൾക്കാരും അവർ ഫേമസ് ആയി, അവർക്ക് വേറെ റിലേഷൻഷിപ്പ് കിട്ടിയപ്പോൾ അവർ പോയ ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഇല്ല അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടായത് എനിക്കിത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ കൂടെ വന്നിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയാലും അങ്ങനെ കുറച്ച് ആൾക്കാർ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് ആൾക്കാർ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ ഒറ്റക്കാക്കിയിട്ടുണ്ട്. ഒറ്റക്ക് പറഞ്ഞാൽ ഞാൻ നല്ല പട്ടി ഒറ്റക്കായിരുന്നു, അത്രയും ഒറ്റക്കായിരുന്നു. ഞാൻ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പോലും ഒരു ചെറിയൊരു സഹതാപം പോലും ഇല്ലാത്ത ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ടായിട്ട് അതെനിക്ക് ഭയങ്കര ഫീൽ ആയി. അതുകൊണ്ട് അവർ തിരിച്ചു വന്നിട്ട് പോലും എനിക്ക് ഒരിക്കലും അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതെനിക്ക് ലൈഫിൽ ഭയങ്കര, അല്ല പിന്നെ അവർ ഒന്നും ചെയ്തില്ലാത്ത പോലെ അവർ പെരുമാറണത്. ഞാൻ പിന്നെ അവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോൾ അവര് എൻ്റെ അടുത്ത് നീ എന്താ ഇപ്പൊ മാറി നിൽക്കുന്നത്, എന്താ പറ്റിയ, നീ ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും കൂടി എന്നെ ഒരു
എൻ്റെ ഒരു ചൈൽഡിഷ് എന്നുള്ള ഒരു സംഭവം അവർ എടുത്തു കളഞ്ഞിട്ട് അവരൊക്കെ നീ ഇപ്പൊ ഭയങ്കര മെച്ചേർഡ് ആയിട്ടോ, ഇങ്ങനെ അല്ലാട്ടോ രസം. ഞാൻ കുട്ടികളെ എന്തെങ്കിലും കളിച്ചാൽ എന്താ അമ്മി കാട്ടണേന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാർ എല്ലാം ഞാനിപ്പോ ഭയങ്കര ഒതുങ്ങിയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ വന്നിട്ട് തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ അവര് ഭയങ്കര കമ്പനി ആവാൻ വരും. ഞാൻ കമ്പനി ആവും, പക്ഷെ എന്റെ മനസ്സിൽ അത് പോണില്ല. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും എനിക്ക് വെറുപ്പേര് വന്നു കഴിഞ്ഞാൽ മറക്കാൻ പറ്റൂല. എനിക്ക് ക്ഷമിക്കും, പക്ഷെ മറക്കാൻ പറ്റൂല, വിഷമാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യ കാര്യമൊന്നുമല്ല, എനിക്ക് സങ്കടമാണ്. കാരണം ഞാൻ അത്രയും എല്ലാരെയും കെയർ ചെയ്യുന്ന ആളാണ്. തിരിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പം അറ്റാച്ച്മെന്റ് കുറച്ചു അങ്ങനെ പറഞ്ഞല്ലോ. അപ്പം നമുക്കത് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മളെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായത് നോർമലി നമ്മളങ്ങനെ ആയിപ്പോവും. എത്ര വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പം എങ്ങനെയാണ് അതിനായിട്ട് ഓരോ എന്താ പറയുക ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കൺസേൺഡ് ആണ് ഒരാളായിട്ട് ആവുന്നതിന് മുന്നേ? എൻ്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും കമ്പനി നല്ലോണം ആയി കഴിയുമ്പോൾ എനിക്ക് ഓൾറെഡി മൈൻഡിൽ ഇങ്ങനെ തോന്നും, വേണ്ട ഇത് പഴയ പോലെ ആവാനുള്ളതാണ്. ഇപ്പം ഒരാളെന്നെ എൻ്റെ അടുത്ത് എന്നാലും ആയി പോവും, പക്ഷെ ഞാൻ പിന്നെയും സ്ട്രോങ് ആവും. ഓക്കെ, ഇപ്പൊ എനിക്ക് 2 ദിവസം അവർ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പൊ റിലേഷൻഷിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, ആരായാലും ബന്ധുക്കളായ പോലും എൻ്റെ അടുത്ത് കമ്പനി ആയിട്ടുള്ള ഒരാൾ 2 ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷനാവും. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്താ അവർ എൻ്റെ ജീവന്റെ പാതി പോലെ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്താ ഇപ്പം ശരി വിളിക്കണ്ട, ഞാൻ പറയും. എനിക്കിങ്ങനെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ വിളിക്കണം തോന്നും. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം എൻഗേജ്ഡ് ആവും. ഓക്കെ, ഫോൺ അവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയി പോകും. അങ്ങനെ ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ പെട്ടുപോകും. അറ്റാച്ച്മെന്റ് നല്ല സുഖമുള്ള കാര്യമല്ല, അറിയാലേ. ഓക്കെ, അപ്പം ഇപ്പം കുറെ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് പോയി. അപ്പം ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? അതായത് ആമി ഇപ്പം ഫേമസ് ആവുന്നതിന് മുന്നേയും ഇപ്പോഴും കൂടെ ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഡബ് സ്മാഷ് തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട് ജെറിൻ ജോസി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ, അവളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല. അല്ല, അവള് എൻ്റെ കൂടെ +1 മുതലുള്ളതാ. +1 മുതൽ ഈ ഒരു ഇപ്പൊ ഒരു +1 എന്ന് പറയുമ്പോൾ 16 വയസ്സ് സംതിങ്, ഒരു 9 വർഷത്തോളമായി അവൾ എൻ്റെ ഫ്രണ്ടായിട്ട്. എൻ്റെ കയ്യിൽ ആ സമയത്ത് ഒന്നും ഇല്ലാത്ത പോലെ സമയത്ത് എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലി ആരും എൻ്റെ കൂടെ ഇല്ലാത്ത സിറ്റുവേഷനിൽ വരെ ഇവളാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ബോണ്ട് ഇതുവരെ ഞങ്ങൾ ഇതുവരെ ഈ ഒരു 9 വർഷത്തിനുള്ളിൽ അടിയായിട്ടില്ല. ഇനി അടിയാണെന്നല്ല, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പിന്നെ അവൾ എന്നെ ഇതുവരെ ജഡ്ജ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും തെറ്റ് കണ്ട അവൾ അപ്പം തന്നെ പറയും, അങ്ങനെയല്ല അതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ വേറെ ഒരാളോട് പോയിട്ട് എൻ്റെ കുറ്റം പറയലോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറേ ആൾക്കുള്ള പ്രശ്നം അതാണ്, വേറെ എവിടെ നിന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യും, അവരപ്പം തന്നെ ജഡ്ജ് ആവും. അങ്ങനെയാണല്ലോ അവള്, നമ്മളടുത്ത് അപ്പം ഫേക്ക് ആയിരുന്നില്ല എന്നുള്ള രീതിക്ക്. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഇവളെന്താ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് ഇത്രയും വർഷത്തിനുള്ളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അതെ അതെ, കണ്ണുള്ളട്ടിരിക്കട്ടെ, കണ്ണുള്ളൂ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം ആമിക്ക് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്സ്, കുറച്ചല്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം നെഗറ്റീവ് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു ചോദിക്കാം. അല്ല, ചിലവരൊക്കെ നമ്മളെ അറിയാണ്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യണത്. അതിപ്പോ മേ ബി എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗേൾസ് ഒക്കെ ചുമ്മാ വന്ന് ചൊറിയണതാണ്. ഗേൾസിന് ഗേൾസ് തന്നെയാണ് ശത്രുത എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് ചിലതൊക്കെ എനിക്ക് അസൂയ ഉണ്ടാകുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പം അവർക്കില്ലാത്ത ഫ്രണ്ട്ഷിപ്പുള്ള ഗ്യാങ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഫാമിലി എനിക്ക് ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യണതാണോ, അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ നിൽക്കണവരാണെങ്കിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യണവരാണെങ്കിലോ നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനുള്ളവരാണെങ്കിലോ ഒരിക്കലും ജഡ്ജ് ചെയ്യണില്ല. പക്ഷെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഒന്നും പെടാത്ത ആള്, അല്ലെങ്കിൽ പണിക്കും പോണില്ല, ഒന്നും ചെയ്യണമില്ല, വെറുതെ ചോദ്യം കുത്തി അവര് വന്നിട്ട് പറയും എന്താ ഇവളുടെ കറക്കല്ലേ എന്നുള്ള രീതിക്ക് സംസാരം. എനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? നല്ല ദേഷ്യത്തിലായിരിക്കും ഇൻസിഡന്റ്. ചിലവർ വന്നിട്ട് വെറുതെ അങ്ങോട്ട് തൊറി വിളിക്കും. അങ്ങനെയൊക്കെ ഞാൻ മിനിയാന്നൊരു കേസ് ഇത് ചെയ്തതേ ഉള്ളൂ, കേസ് കൊടുത്തതേ ഉള്ളൂ. ഞാൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു 6-7 മാസമായിട്ട് വെറുതെ ഒന്ന് തൊറിയൊക്കെ വിളിക്കാം. എന്റെ ഫോട്ടോ ഇൻസ്റ്റയില് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ പറയാ
എനിക്ക് ജാടയാണ്. അത് ഇത് തെറിയൊക്കെ കുറിച്ച് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഏട്ടൻ്റെ അക്കൗണ്ടിലൊക്കെ ഇടുക. എന്നിട്ട് ഞാൻ കുറേ വട്ടം ഏട്ടനോട് പറഞ്ഞു, ഡയറക്റ്റ് മെസ്സേജ് പറഞ്ഞു, കേട്ടില്ല. ലാസ്റ്റ് അപ്പോൾ എനിക്ക് പ്രാന്ത് വന്നിട്ട് ഞാൻ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് ആ ചേട്ടൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ സ്റ്റോറി ഇട്ടവിട്ട് കുറേ ചേച്ചിമാരെ ഇവൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, കല്യാണം കഴിഞ്ഞ് ഭാര്യേനും കുട്ടികളൊന്നും നോക്കാടുത്തവനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നമ്പറൊക്കെ തന്ന് ഞാൻ ഡയറക്റ്റ് കേസ് ഫയൽ ചെയ്ത്. കാരണം അത്രയും ക്ഷമിച്ച് ഞാൻ, എന്നാലും കുഴപ്പമില്ലേ, ആരെങ്കിലും ഭാവി നമ്മൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു. എന്നിട്ടും ചൊറിയായിരുന്നു. എന്നിട്ട് ഇപ്പം അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോയി. ഇല്ല, ഞാൻ നല്ല ക്ഷമിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ കമന്റ് കണ്ടാലൊന്നും അങ്ങനെ പ്രാന്തളകാത്ത വെറുതെ ചൊറിയ. ഒന്നാമത് എനിക്ക് ആയിട്ട് ഇരിക്കണ സമയത്തായിട്ടാണ് തീർന്ന്. ഞാൻ കേസ് ഫയൽ ചെയ്യണ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ പ്രാഗുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പ്രാഗ് ഏതവനോട് നശിച്ചു പോട്ടെ പണ്ടാരടം കെട്ടി പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് എനിക്ക്. ആമി അപ്പം എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. അത് ചെറിയ പ്രായത്തിൽ തന്നെ 18ാമത്തെ വയസ്സിൽ എന്തോ കല്യാണം ഇതായി, അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സായി, പിന്നെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് വന്നല്ലോ. അപ്പം ആക്ച്വലി ഇത് ആരായിരുന്നു ആ തീരുമാനം എടുത്തത്? അതായത് 18 വയസ്സിൽ തന്നെ അത് അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഉള്ളിലോട്ടുള്ള. ഇപ്പൊ എൻ്റെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ, എൻ്റെ ക്ലാസ് പഠിച്ചവർക്കൊക്കെ കുട്ടിയൊക്കെ ആയി, 2-3 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പൊതുവെ അങ്ങനെയാണ്. കാരണം പിന്നെയുള്ള പഠിത്തം ഒരു 18 വയസ്സ് കഴിഞ്ഞുള്ള പഠിത്തം, ഭർത്താവ് നോക്കിക്കോട്ടെ, ഭർത്താവിന് അതിനുള്ള കഴിവേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവും ഇല്ല. ഇപ്പൊ എൻ്റെ ഫാമിലിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ കാര്യമായിട്ടും ഫാമിലി നോക്കുന്നുണ്ടായില്ല, അപ്പൊ അമ്മ ഒറ്റക്ക് നോക്കണം. അപ്പം നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഓക്കെ പറഞ്ഞു പോകും. അമ്മേനെ ബുദ്ധിമുട്ടി നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും വരുത്തേണ്ട. അത് മാത്രമല്ല, നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്നുള്ള രീതിക്ക് നമ്മൾ ഓക്കെ പറഞ്ഞു പോണതാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് അവിടുത്തെ അധികം കുട്ടികളും. അല്ലാണ്ട് ഒരിക്കലും മാരേജിന് താല്പര്യം ഉണ്ടായിട്ട് കഴിച്ചു പോകണം. നാടിന്റെ പാറ്റേൺ ഫോളോ ചെയ്ത്. അതെ അതെ അതെ, 18 വയസ്സായ കല്യാണം എന്നുള്ള ഒരു രീതിക്കാണ് അവിടെയുള്ള എല്ലാവരും മെന്റാലിറ്റി. പ്രിപ്പയർഡ് ആയി എന്നാണ് വിചാരം. പിന്നെ ഇപ്പൊ കുറച്ച് ഉള്ള എൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെ കുറെ പേര് കല്യാണം കഴിക്കാത്തവർ അവിടെ ഉണ്ട്. പാരന്റ്സിനായാലും കുറച്ച് ബോധം ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണം കഴിക്കാത്ത കുറച്ച് കുട്ടികളൊക്കെ. 20-25 അവരെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാന്നുള്ള രീതിക്ക് ഇപ്പൊ മാറി. ഇതിന് മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞു, 16 വയസ്സിലെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻ്റെ. അപ്പൊ അത് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടുമോ? നിയമം മാരേജ് ഒന്നും അല്ലല്ലോ, 16 വയസ്സിലെ എൻഗേജ്മെന്റ് അങ്ങനത്തെ പ്രശ്നം വീട്ടുകാർ ഉറപ്പിച്ച് വെക്കണതല്ലേ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞു എന്തായാലും. അപ്പം കല്യാണം കഴിഞ്ഞു ഡിവോഴ്സ് ആയി, പെട്ടെന്ന് തന്നെ ആയി തോന്നുന്നല്ലേ? 1 മാസമായപ്പോ തന്നെ ആയി. ഓക്കെ. അപ്പൊ അത് അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, 18 വയസ്സ് തന്നെ കല്യാണം കഴിപ്പിച്ച് നിർബന്ധിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് ആക്ച്വലി എന്താ അമ്മയ്ക്ക് പറയാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ ഞാൻ പറയുള്ളൂ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ അവർ പഠിപ്പിക്കും, അവർ ഹാപ്പി ആയിട്ട് വെക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടിച്ചു വിടുക. പക്ഷേ മക്കളോട് ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ചോദിക്കുക, ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ മാത്രം കഴിപ്പിച്ച് വിടുക. അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവർ കഷ്ടപ്പെടുന്ന മാത്രമല്ല, കെട്ടിച്ച് പോയ ആ ഫാമിലിയും കഷ്ടപ്പെടും. അവർക്കും ഒരു സ്വപ്നം കണ്ടായിരിക്കും കല്യാണം കഴിക്കണത്. അവരായാലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് നമ്മളെ ലൈഫ് നമ്മൾ കളയാണ്. അതിനായിട്ടുള്ളത് മക്കൾ പഠിച്ചോട്ടെ. ഇപ്പൊ 18 പറയുമ്പോൾ ഇപ്പത്തെ കുട്ടികളാണോ 18 പറയുമ്പോൾ നല്ല ചെറിയ കുട്ടികളാ. ഞാനും അപ്പൊ ചെറുതായിരുന്നു അല്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ ഞാൻ മക്കളെപ്പോൾ ഓക്കെ പറയോ അപ്പം ഞാൻ കെട്ടിച്ചു വിടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ ലൈഫിലേക്ക് പോണതുമാണ്. വേറൊന്നുമല്ല, വേറൊരു ലൈഫിലേക്ക് പോണ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മാറേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് അവർക്ക് ഓക്കെ ആകുമ്പോൾ പാരൻസ് കെട്ടിച്ച് കിട്ടാൽ മതി. എന്തിനാ ഇപ്പോൾ ധൃതി 18 വർഷം നോക്കിയവർക്ക് ഒരു 2-3 വർഷം കൂടി നോക്കണേന് എന്താ? അല്ലെ 18 വയസ്സിൽ വേണമെങ്കിൽ ജോലിക്ക് വേണമെങ്കിൽ കയറിക്കോട്ടെ ആൾക്കാർ. അവർ 18 വയസ്സിൽ പഠിച്ച്, ഞാനൊക്കെ ഇപ്പോൾ 18 വയസ്സിൽ മാരേജ് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഡൈവേഴ്സായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലി നോക്കി, ഞാൻ എൻ്റെ ഫാമിലി ഇപ്പോഴും നോക്കുന്നുണ്ട്, അപ്പോഴും എൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അതുപോലെ അവർക്കും ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. എനിക്കിപ്പം തോന്നുന്നു, അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു ലൈഫിൽ ഏറ്റവും അടുത്ത് എനിക്ക് വലിയൊരു ഡിസിഷൻ ആവാൻ തന്നെ. ആക്ച്വലി ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് അത് കാര്യം അതാണ്. എനിക്ക് ആ സമയത്ത് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയാം. ഫാമിലി എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിച്ചത്? അല്ല, അത് കുറച്ച് ഇഷ്യൂസ് ആയിട്ടാണ്, പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് ഇഷ്യൂ ആണ്. അപ്പൊ തന്നെ വീട്ടിൽ അറിഞ്ഞു. പിന്നെ പാരന്റ്സ് പറഞ്ഞു ഇനി തിരിച്ചു പോകണ്ടെന്നുള്ള രീതിക്ക് സപ്പോർട്ട്. ഫാമിലി, അച്ഛൻ മരിച്ചു പോയിരുന്നു ആ സമയത്ത്. അപ്പൊ അമ്മയായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാമന്മാരും എല്ലാവരും കൂടി പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, സംസാരിച്ച് തീർത്ത് ഓക്കെ ഡൈവേഴ്സ് ആയതാണ്.
അപ്പം അതുപോലെ ആർക്കും അവസ്ഥ അങ്ങനെ വരാൻ, കാരണം ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെ. വീട്ടിലങ്ങനെ ഡൈവേഴ്സ് ആവണം എന്ന് പറയാനൊരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അവർ എൻ്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം, സങ്കടപ്പെടണ്ട, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ പാരൻസ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പൊ അത് ആരെങ്കിലും അങ്ങനെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും? എല്ലാവരും, നാട്ടുകാരായാലും ഇപ്പൊ എന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രപ്പോസൽ അങ്ങനെ എന്തെങ്കിലും വന്നോ? മാരേജിന്റെ വന്നിട്ടുണ്ടോന്നെങ്കിൽ ഞാൻ അവിടെ അമ്മ വേണം കല്യാണം കഴിച്ചു പോയി, ഞാൻ പോകൂല പറഞ്ഞ വീട്ടില്. അല്ല, വരാറുണ്ട് മാരേജിന്റെ, വീട്ടിൽ അന്വേഷിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും വരുന്നുണ്ട്. പക്ഷെ ഞാൻ വേണ്ട വെച്ചിട്ട് ഇപ്പൊ 7 വർഷം സംതിങ് എന്തോ ആയി. അപ്പൊ പിന്നെ ഞാൻ ഒന്നും വേണ്ടാന്ന് വെച്ച് നിൽക്കുകയാണ് ഇപ്പം. എനിക്കെന്തോ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോലെ ഒരു ബോയിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എക്സ്പീരിയൻസ് അങ്ങനെ ആയതുകൊണ്ട് ട്രസ്റ്റും ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ഇനിയുള്ള വരുന്ന ആളായാലും എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ആക്ച്വലി എങ്ങനെ ആയിരിക്കരുത് എന്ന് പറയാനുണ്ടോ? അതായത് ഒരു പാർട്ട്ണർ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ല, എനിക്ക് ഈഗോ ഉള്ള ആളെ ഇഷ്ടമല്ല. അത് ഫ്രണ്ട്ഷിപ്പിലായാലും എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായി പറയാം, അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് നടന്ന് വേറൊരു ഫേക്ക് ഫേസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ്. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അതിപ്പോൾ ദേഷ്യമായാലും സങ്കടമാണെങ്കിലും എല്ലാം ഞാൻ പറയും. അതുപോലത്തെ ആൾക്കാരെ എനിക്ക് മതി. പിന്നെ പാർട്ട്ണർ ആകുമ്പോൾ എനിക്ക് ഈഗോ ഉണ്ടാകാൻ പാടില്ല, റെസ്പെക്റ്റ് ഉണ്ടാവണം. ഞാൻ ചെയ്യണ വർക്കിനോട് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടാവണം. എന്താ കാട്ടണം എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് ഞാൻ തിരിച്ചും ചെയ്യും കേട്ടോ. അവരെന്ത് പ്രൊഫഷൻ ആയാലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ പാരൻസിനെയും കുറച്ച് കെയർ ചെയ്യണമായിരിക്കണം. കാരണം അമ്മയായാലും ഏജ്ഡായിട്ട് വരികയാണ്. പിന്നെ ചേട്ടനായാലും എല്ലാവരോടും നല്ല കമ്പനിയുള്ള ആളാണ്. അപ്പം ഏട്ടനോടും അമ്മയോടൊക്കെ നല്ല സ്നേഹമുള്ള, ഞാൻ തിരിച്ചും അതേപോലെ ആയിരിക്കുന്നവരാണ്. എന്ത് കാര്യമായാലും എനിക്ക് കിട്ടണത് ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പോൾ പാർട്ട്ണർ എന്നുള്ള സങ്കല്പത്തിൽ എനിക്ക് അങ്ങനെയുള്ളൂ. ഈഗോ, റെസ്പെക്റ്റ് സംഭവങ്ങളൊക്കെ, ഈഗോ ഉണ്ടാകാൻ പാടില്ല, റെസ്പെക്റ്റ് ഉണ്ടാവണം, പിന്നെ സ്നേഹം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. പിന്നെ ഏൺ ചെയ്യുന്ന ആളായിരിക്കണം. ഇപ്പോൾ അവൾക്ക് പൈസ ഉണ്ടല്ലോ, അവളുടെ പൈസ ഒക്കെ ജീവിക്കാന്നുള്ള രീതിക്ക് അങ്ങനത്തെ സംഭവം അച്ചിവിട് ആ സാധനം എനിക്ക് ഇഷ്ടമല്ല. അവരുള്ളതായാലും എനിക്കുള്ളതായാലും സമ്പാദിക്കണം, സ്വന്തമായിട്ട് സമ്പാദിക്കണം. എപ്പൊ കല്യാണം കഴിക്കണം അങ്ങനെ ഒരു തോട്ടാണ്? കല്യാണം കഴിക്കണ്ടേ? അല്ലെങ്കിൽ കഴിക്കാനേ തോന്നില്ല എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല തൽക്കാലം എന്നല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാരേജ് എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എനിക്ക് ഒരു പാർട്ട്ണർ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ആക്ച്വലി എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്? അതായത് ഹാപ്പി ആവുന്ന ടൈം ഉണ്ടാവുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതാണോ? ട്രിപ്പൊക്കെ പോകും ഫ്രണ്ട്സിൻ്റെ കൂടെ. ഒരു 10-15 ആളുള്ള ഒരു ഗ്യാങ് ഉണ്ട്, ജിമ്മിലത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട്. അത് പോകും. പിന്നെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം എന്നൊക്കെ. ജിമ്മിൽ പോയതിനു ശേഷം എങ്ങനെയാണ് അത്? എന്തോ ഡയറ്റ് പ്ലാൻസും റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത? അല്ല, ഞാൻ മുന്നേ ചെയ്യലുണ്ടായിരുന്നു, 2 വർഷമായിട്ട് ജിമ്മ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പാണ് കുറച്ച് ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യണത് ഇപ്പായിട്ടാ. അപ്പം എങ്ങനെയുണ്ട്? അതായത് മുന്നേ ഉള്ള ലൈഫും ഇപ്പൊ ഉള്ള ലൈഫും തമ്മിലെ ചേഞ്ചസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ജിമ്മിൽ തീർക്കാൻ പറ്റുന്നുണ്ട്. റോയിങ് മെഷീനിലൊക്കെ ഞാൻ വലിക്കുന്ന സമയത്ത് പല്ലൊക്കെ കടിച്ച് എനിക്ക് ദേഷ്യം ഫുള്ള് ഞാൻ തീർക്കും. എന്ത് വെയിറ്റ് എടുക്കുമ്പോൾ ആയാലും ഞാൻ ഫുള്ള് ദേഷ്യം തീർക്കും. അതുകൊണ്ട് എനിക്ക് ഒരു വീട്ടിലെത്തുമ്പോൾ ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ. രാവിലെ തന്നെ പോയി ജിമ്മിൽ പോയപ്പോൾ എനിക്ക് നല്ല സ്ട്രെസ് പറഞ്ഞു, സീരിയസ്ലി പറഞ്ഞു. പിന്നെ ലൈഫ് സ്റ്റൈൽ ആയാലും ഞാൻ നല്ലപോലെ മാറ്റി. വാരി വലിച്ച് തിന്നൊന്നുമില്ല, കറക്റ്റ് ഡയറ്റ് ഫുഡ് കാര്യങ്ങളായാലും അല്ലെങ്കിൽ വെള്ളം ഇൻടേക്ക് എടുക്കണതാണെങ്കിലും കറക്റ്റാ. പിന്നെ സ്കിൻ കെയർ ചെയ്യണതായാലും കറക്റ്റാ. പിന്നെ ഷുഗർ കട്ട് അതൊക്കെ എല്ലാം പക്കയായിട്ടാണ് ഇപ്പോൾ ലൈഫ് പോണത്. അതേപോലെ ഞാൻ കമന്റ്സ് ഇങ്ങനെ കണ്ടത്, അതായത് മുന്നേ അച്ഛനെ പറ്റിയിട്ടാണെങ്കിൽ മുന്നേ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ പറയുമ്പം ആൾക്കാരത് ഇതെന്താ ഇങ്ങനെ പറയുന്നേ അങ്ങനെ ചോദിക്കുന്നില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോഷ് ടോക്കിലായാലും ഫ്ലവേഴ്സ് ഒരു കോടിയിലായാലും എനിക്ക് അച്ഛൻ്റെ നിന്നുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഫാമിലിയിൽ ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച് ഇപ്പം അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ടുണ്ടായ ഇഷ്യൂസ് അല്ലെങ്കിൽ അമ്മേനായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ഓപ്പണായി പറയുക ചെയ്തത്. അതെനിക്ക് ഒരിക്കലും കുറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ വേറെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് പിന്നെ വരും എന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് ആൾക്കാർ കേട്ടിട്ട് ഞാൻ അച്ഛനെ കുറ്റം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ മിസ്സാവുന്നത് പറയണതെന്ന് പറയുന്നത്. എൻ്റെ മരിച്ചത് എൻ്റെ അച്ഛനല്ലേ. അതെനിക്ക് കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടാലും എല്ലാം ഫീലിങ്സ് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും അച്ഛനാവാണ്ടിരിക്കില്ലല്ലോ. പിന്നെ ഇപ്പോഴാണ് പിന്നെ നമുക്ക് കുറച്ച് വളർന്നു വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴാണ് ഏൺ ചെയ്യണത്. ഇപ്പോൾ വണ്ടി എടുക്കണമായാലും അല്ലെങ്കിൽ ഗോൾഡ് എടുക്കണ സമയത്തായാലും ഞാൻ വിചാരിക്കും ചേട്ടന് വാങ്ങിച്ചു കൊടുക്കണ പോലെ എൻ്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കായിരുന്നല്ലോ കൂടെ ഉണ്ട്. ആ തോട്ടൊക്കെ കൊണ്ടാണ് ഞാൻ മിസ്സാവണമെന്ന് പറയുന്നത്. പിന്നെ അമ്മക്കായാലും ഏജായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ മാറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അമ്മക്കായാലും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മക്കൊരു പാർട്ട്ണർ ഒരു കെയർ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ വിചാരിച്ച് ഞാൻ
പറയണത്. പക്ഷെ ആൾക്കാർ അത് വേറെ രീതിയിലെടുത്ത് ഒന്നും എൻ്റെ അച്ഛനേ അല്ല എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കണത്. എനിക്ക് ഭയങ്കര ഹേർട്ടാവാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരുടെ വായി അടപ്പിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഉണ്ടായ കാര്യം ആ സാധനം. അപ്പം ഫിലിം ആണല്ലോ ആഗ്രഹം. അപ്പം ആരെ കൂടെ അഭിനയിക്കണം എന്നാണ്? എനിക്ക് വിജയണ്ണന്റെ കൂടെ അഭിനയിക്കണം എന്നായിരുന്നു. പക്ഷെ വിജയണ്ണൻ തീർന്നുപോയി. 4 വർഷം മുന്നേയും ഇന്നും അതേ ആഗ്രഹം. അതെ, ഞാൻ പഴയ ഇന്റർവ്യൂവിലും ഇതേ സെയിം തന്നെയാ പറഞ്ഞത്. 4 വർഷം മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ് വിജയണ്ണൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോ ലാസ്റ്റ് മൂവിന്റെ ഷൂട്ടും തുടങ്ങി ഒന്നും കാര്യമില്ല. പിന്നെ അർജുൻ ദാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ ദാസിനെ ഇഷ്ടമാണ്. അപ്പം എന്താ അർജുൻ ദാസിന്റെ അടുത്ത് പറയാനുള്ളത്? പറഞ്ഞു, ഓൾറെഡി ഞാൻ മെസ്സേജ് എനിക്ക് റിപ്ലൈ തന്നു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിന്റെ അടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സംഭവം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസ്റ്റർ ഇറങ്ങിയ സമയത്താണ് ഞാൻ മെസ്സേജ് അയക്കണത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പം മാസ്റ്റർ മുതൽ ഈ ഒരു 4 വർഷമായെന്ന് തോന്നുന്നു, ഇതുവരെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ ട്രെൻഡിങ് വന്നപ്പോൾ വീഡിയോ ഇട്ടു. അപ്പം എനിക്കിങ്ങനെ സോറി, എന്തുകൊണ്ടാണ് മെസ്സേജ് കാണാത്ത, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തന്നു. അപ്പം എനിക്ക് സന്തോഷമായി. പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ബോഡി ഷേമ് കുറെ അനുഭവിച്ച ആളാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അടങ്ങിയിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ പറയുന്നവരടുത്ത് എന്താണ് റിയാക്ട് ചെയ്യാനുള്ളത്? എല്ലാവരും വിചാരം ഇതൊക്കെ അവരെ തലയിൽ എടുത്തോണ്ട് നടക്കണ പോലെ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നു. അവർ ഈ കുറ്റം പറയണത് എൻ്റെ ബോഡിയിലല്ലേ ഇരിക്കണത്, ഓരോ ബോഡി പാർട്സും. എന്തിനാ അവർ അങ്ങനെ പറയണത് എനിക്കറിയില്ല. എനിക്കതുകൊണ്ട് ഇപ്പൊ ചെസ്റ്റ് സൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ പിന്നെ ലെഗ് ഭയങ്കര ചെറുതാണ്, എനിക്ക് കാലിന് വണ്ണം കുറവാണ്. അപ്പോ അങ്ങനെ പറയും. ഇപ്പൊ എനിക്ക് ഹേർട്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നേ എനിക്കൊരു ജിമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ വേറൊരു ട്രെയിനർ ഇങ്ങനെ വന്നിട്ട് കാല് ഭയങ്കര ചെറുതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ട്രെയിനർ അല്ല, വേറൊരു ട്രെയിനർ. അപ്പം ഞാൻ ആ സമയത്ത് ചിരിച്ചു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കോച്ചിനോട് പറഞ്ഞു, കോച്ച് എൻ്റെ കാലിന് തന്നെ ആയിരിക്കണം ഫുള്ള് വർക്കൗട്ട്, എൻ്റെ തൊട എനിക്ക് വരുന്നിടയ്ക്ക് എൻ്റെ കാലെനിക്ക് വലുതാക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ എൻ്റെ ലെഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. മേ ബി അത് എന്നെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കത് ഭയങ്കര അത് ഭയങ്കരമായിട്ട്. പിന്നെ എനിക്ക് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഞാൻ എൻ്റെ കാല് ചെറുതാണല്ലോ, എനിക്കിങ്ങനെ തടിയില്ലല്ലോ, അങ്ങനത്തെ ഫീല് വരും. ഇപ്പൊ ചെസ്റ്റിന്റെ സൈസ് പറഞ്ഞിട്ട് കളിക്കുന്ന സമയത്തായാലും കുറെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ അയ്യോ ഇനി അങ്ങനെ വിചാരിക്കുക പറഞ്ഞാൽ നമ്മളത് ഫുള്ള് അടച്ചിട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് നമ്മൾ കുറച്ച് പുറകോട്ട് വലിഞ്ഞു പോകും. ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് അതൊന്നും മൈൻഡ് ആക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ അത് ഹേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ആണത്. എനിക്കൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാം സെറ്റായി വരുന്നതുകൊണ്ട് പിന്നെ കുറച്ച് കുറഞ്ഞു, സങ്കടം കുറച്ച് കുറഞ്ഞു, ആ കോൺഫിഡൻസ് കൂടി. അല്ല, ഇത് ആൾക്കാർ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് കുറയും. നമുക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുമ്പോൾ ആയാലും നമ്മൾ വിചാരിക്കുമോ ആൾക്കാർ ഇങ്ങനെ പറയുമോ, അങ്ങനത്തെ ഒക്കെ തോന്നുന്നത് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് വരണം അതൊക്കെ. ലൈഫിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തത് വേണ്ടായിരുന്നു, അത് റിഗ്രറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടോ? ആക്ച്വലി അങ്ങനെ എടുത്ത് ചാടി റിലേഷൻഷിപ്പിലേക്ക് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് ആലോചിച്ചിട്ട്. കാരണം ഞാൻ ഡൈവേഴ്സ് ആയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടനെ പരിചയപ്പെടുന്നതും ഞങ്ങൾ കമ്മിറ്റഡ് ആവുന്നതും. അപ്പം പെട്ടെന്ന് ഞാൻ ഇപ്പം ഡൈവേഴ്സ് ആയി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഏട്ടനെ പരിചയപ്പെടുന്നതും. ഏട്ടനെ കുറ്റം പറയണല്ല കേട്ടോ, വീക്കായി നിൽക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഓക്കെ പറഞ്ഞതും റിലേഷൻഷിപ്പിലൊക്കെ ആയത്. പക്ഷെ അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. റിലേഷൻഷിപ്പേ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കാരണം അത് ഒരുമാതിരി ഞാൻ എൻ്റെ ഒരു ഇതായ പോലെ ഡൗൺ ആക്കാൻ ഞാൻ തന്നെ ഒരു റീസൺ എടുത്ത് വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആലോചിച്ച് ചെയ്യായിരുന്നു, അല്ല ഇപ്പോഴേ വേണ്ടായിരുന്നു, റിലേഷൻഷിപ്പിൽ പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് വേസ്റ്റ് ആയിട്ട് തോന്നി. പക്ഷെ അത് കാരണവും എനിക്ക് ഹാപ്പിനെസ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിട്ട് എനിക്ക് നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട്, ചീത്തക്കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ അതെനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിലൂടെ ചിലപ്പം കുറെ ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റി ആരും വിശ്വസിക്കരുത്, എല്ലാവരും കൂടെ ഉണ്ടാവരുത് എന്നുള്ള ആ അഹങ്കാരം ഉണ്ടല്ലോ എപ്പോഴും, അതങ്ങോട്ട് മാറിക്കിട്ടി. എല്ലാവരും കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, അല്ലെ എൻ്റെ ഏട്ടായി ഉയരാട്, എൻ്റെ ഏട്ടായി എപ്പോഴും കൂടെ ഉണ്ടാവും, അമ്മ പോയാലും കുഴപ്പമില്ല, ചേട്ടൻ പോയാലും കുഴപ്പം, ഫാമിലി ഒന്നല്ല എനിക്ക് വിഷയം എന്ന് പറഞ്ഞിട്ടൊക്കെ അഹങ്കരിച്ച് നടന്നതായിരുന്നു ഞാൻ. അതിപ്പോൾ എനിക്ക് കമന്റ് ബോക്സിൽ എനിക്ക് വരുന്നുണ്ട്, എന്തൊരു അഹങ്കാരമായിരുന്നു ഈ പെണ്ണിന്, അവരുണ്ടാവും ഇവിടെ.
ആരും ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞ കൂടെ, എല്ലാവരും ഇട്ടിട്ട് പോയി. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജീവിക്കും. ഫാമിലി ഉണ്ടല്ലോ. ഫാമിലി ഉണ്ട്. അതെ, ഫാമിലിനെ വരെ ഞാൻ കുഴപ്പമില്ല. അമ്മയൊക്കെ അമ്മക്കൊന്നും വലിയ ഇതുണ്ടായിരുന്നല്ലോ റിലേഷൻഷിപ്പിലൊക്കെ ആദ്യമൊക്കെ. അപ്പം അമ്മ പറയും വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇല്ല അമ്മ കുഴപ്പമില്ല. അപ്പം അമ്മ ഞാൻ തോന്നി വരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഏട്ടായിനെ മാത്രമേ കല്യാണം കഴിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മ ലാസ്റ്റ് പറഞ്ഞു നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാരും പോയി, അമ്മയായിട്ടിന് മാത്രമേ ഉള്ളൂ. ഇൻസിഡന്റ് ഉണ്ടായപ്പം എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു? ഇല്ല, അമ്മ പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇത് വേണ്ടാന്ന്. അന്നേ കേട്ടൂടായിരുന്നു, എന്തിനാ ഇത്ര നാൾ കൊണ്ടേന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ചേട്ടന് ഇഷ്ടമായിരുന്നു. അത് കുറച്ചു കാലം 4 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറ്റമൊന്നും പറയില്ല ഏട്ടനെ, കാരണം ഏട്ടനും എന്നെ കുറെ സപ്പോർട്ട്, അതെ എന്നെ കുറെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറെ ടിക്ടോക്ക് എന്നായാലും ബാഡ് കമന്റ്സ് വരുമ്പോൾ ആയാലും വീഡിയോസ് നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ചേട്ടൻ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ ഏട്ടനെ കുറ്റം പറയില്ല, ഏട്ടൻ എന്നെയും കുറ്റം പറയില്ല എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. അല്ലാണ്ട് എനിക്ക് ഏട്ടനോട് ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടമാണ്, ആ ചേട്ടനും ഇഷ്ടമാണെന്ന് തോന്നുന്നു, അറിയില്ല, ശരിക്കും ഇപ്പോൾ ഇഷ്ടമാണ്. എക്സ്ക്ലൂസീവ് എന്നൊക്കെ വീണ്ടും അല്ല പ്രേമെന്നല്ല, പക്ഷെ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും പോയിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ചേട്ടനെ എപ്പോഴും. അപ്പൊ ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ട് ഒന്ന് പറയോ? ഡയറ്റ് ഞാൻ ഷുഗർ ഫുള്ള് കട്ട് ചെയ്തു, ഒരു ഷുഗർ യൂസ് ആക്കുന്നില്ല. എന്ന് വെച്ചാൽ ചീറ്റ് ഡേ ഒന്നുമില്ല. ഇല്ല 3 മാസമായിട്ട് ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഡയറ്റില്. കാരണം ഈ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം ഇല്ല അത് ഞാൻ ചെയ്യൂല. എനിക്ക് ചില സമയത്ത് എനിക്ക് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പക്കയായിട്ട് എടുക്കുള്ളൂ. അപ്പൊ ഈ ഇടയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കോച്ച് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ജ്യൂസ് കുടിക്കാം, ഷുഗർ കട്ട് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കാം, അവർ വേണമെങ്കിൽ ഐസ്ക്രീം തിന്നോട്ടേ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാടെ സ്കാൻഡിയിൽ പോയി എല്ലാവരും ഇരുന്ന് ജ്യൂസ് ഓർഡർ ചെയ്ത് ഐസ്ക്രീം. അപ്പം ഞാൻ വിചാരിക്കണത് എന്താ, ഓക്കെ ഞങ്ങൾക്ക് ഫ്രഷ് ഇതൊക്കെ ലൈമോ എന്തെങ്കിലും വരുമല്ലോ മധുരം ഇടാണ്ട്, ഇവരെ കൂടെ കൊഴുപ്പില്ല പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ കോച്ച് കാലുമാറി. ഇവിടെ ഫ്രഷ് ജ്യൂസിന്റെ ഒന്നും കടയില്ല, ഞാൻ ഐസ്ക്രീം എന്നാണോ നീ തിന്നണ്ട പറഞ്ഞത്. ഞാനെന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇരുന്ന് തിന്ന് ഐസ്ക്രീം ഒക്കെ. ഞാനൊരു കോച്ച് ഞാനൊന്ന് തിന്നോട്ടെ, വേണ്ട നീ തിന്നാ വേണ്ട, നീ ഷുഗർ കട്ടാ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാറിലിരുന്ന് പോയി കരഞ്ഞ് എല്ലാവരും ഒറ്റപ്പെടുത്തി. എനിക്ക് ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് ജ്യൂസ് വാങ്ങിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഫുള്ള് സീനായിരുന്നു അന്ന്. രാത്രി വന്ന് ഫുള്ള് വാതിലൊക്കെ അടച്ച് കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ. ഷുഗർ കട്ട് ചെയ്തിട്ട് എൻ്റെ എല്ലാവരും ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് സീനായിരുന്നു. അവിടെ തടിച്ചാക്കി. പിന്നെ എന്തെങ്കിലും ബീച്ചിലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ രാത്രി എല്ലാവരും പോയി രാത്രി ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കും. അപ്പം ഞാൻ ഒരു പാക്കറ്റിൽ എൻ്റെ ഡയറ്റ് ഫുഡൊക്കെ എടുത്ത് പോയി. അതും പച്ചക്കറിന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് തരണ സാധനമാണ് നമ്മൾ കഴിക്കുക. ഇവരൊക്കെ മസാല കൂട്ടിയിട്ടുള്ള മറ്റേ ഇവിടുത്തെ ബീറ്റ് ബോക്സത്തൊക്കെ അടിച്ച് കയറ്റുക പൊറോട്ട ഇതൊക്കെ. ഞാനപ്പോൾ ആ സൈഡിൽ ഇരുന്നിട്ട് തിന്നും, കുക്കുംബറൊക്കെ പറക്കി തിന്നും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഡയറ്റ് ലൈഫ് പോണത്. ഭയങ്കര കഷ്ടപ്പാടാണ് ഡയറ്റ്. വർക്കൗട്ട് ചെയ്യണത് പിന്നെയും എനിക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്നു, പക്ഷെ ഡയറ്റ് എടുക്കുന്നത് ഭയങ്കര. എന്തൊക്കെയാണ് മെയിനായിട്ട് കഴിക്കുന്നത്? ഞാൻ കാർബ്സ് ഫുള്ള് കട്ട് ചെയ്ത്, ഒന്നും റൈസ് ആയാലും കഴിക്കൂല, ചപ്പാത്തി ഒന്നും കഴിക്കൂല. വെജിറ്റബിൾസ് കഴിക്കും, മുട്ട കഴിക്കും, ചിക്കൻ കഴിക്കും, പിന്നെ ബീഫായാലും കഴിക്കും, അങ്ങനത്തെ ഒക്കെ കഴിക്കും, വേറെ ഒന്നും കഴിക്കൂല. അപ്പൊ അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഫീലേ ഇല്ല. പിന്നെ KFC അതൊക്കെ ഞാൻ കഴിച്ചിട്ട് ഒരു 1 year 2 year എന്തെങ്കിലും ആയിട്ടുണ്ടോ, പിസ്സ ഒക്കെ കഴിച്ചിട്ട്. എനിക്ക് പൊതുവെ അങ്ങനത്തെ താല്പര്യം ഇല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ചോറൊക്കെ കട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. പക്ഷെ ഞാനതൊക്കെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ബാക്കിയുള്ളതിൽ നിന്ന് എടുക്കും. അങ്ങനെ ഇപ്പോൾ യൂസ്ഡ് ആയി ശരിക്കും ഡയറ്റ് ലൈഫിനോട്. ഓക്കെ.